നമ്മുടെ താമരശ്ശേരിയിലെ ഷഹബാസിൻ്റെ കേസ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ, അവന് അവരുടെ സ്കൂൾ കഴിഞ്ഞ് ഫെയർവെല്ലിൻ്റെ സമയത്ത് കൂട്ടുകാരുമായിട്ടുള്ള അടിയിൽ കൂട്ടുകാർ അവൻ്റെ തലയ്ക്കടിച്ച് കൊന്നു. ഈ മരിച്ച ഷഹബാസിനും കൂട്ടുകാർക്കും 15 വയസ്സ്, അതായത് എൻ്റെ മകനേക്കാൾ 1 വയസ്സ് മൂത്തത്. SLC പരീക്ഷയ്ക്ക് പ്രിപ്പയർ ആയിക്കൊണ്ടിരുന്നു. അപ്പം മൈനറാണ് എല്ലാവരും. ബൈ ലോ നമ്മൾ നോക്കുമ്പോൾ മൈനർ 18 വയസ്സ് താഴെയേ ഉള്ളൂ. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ അവർക്ക് ആ മൈനർ എന്നുള്ള യാതൊരു കൺസിഡറേഷൻ കിട്ടാനുള്ള അർഹതയില്ല. കാരണം ഒരു കൊലപാതകം കൃത്യമായിട്ട് ആസൂത്രണം ചെയ്യാനും അത് നടത്താനും അത് കഴിഞ്ഞാൽ നമ്മളെങ്ങനെ രക്ഷപ്പെടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് ഇവരൊക്കെ മൈനറാകുന്നത്. അവരുടെ ഇൻസ്റ്റാഗ്രാം ചാറ്റുകൾ വെളി വന്നായിരുന്നല്ലോ. ഷഹബാസ് മരിച്ചതിന് ശേഷവും നമുക്കൊരു കുഴപ്പമില്ല, നമ്മളെ ആരും ഒന്നും ചെയ്യല, നമ്മൾ മൈനറല്ല, ഒന്നും പേടിക്കണ്ട, അങ്ങനെയുള്ള കോൺവെർസേഷൻസ് ഒക്കെ വെളി വന്നിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിലുള്ളത്. അപ്പോൾ ഇവരെങ്ങനെ മൈനറാകുന്നത്? പിന്നെ അവരുടെ കോൺഫിഡൻസ് പോലെ തന്നെ കാര്യങ്ങൾ പോയില്ലേ. ഇവിടെ പോലീസ് പ്രൊട്ടക്ഷനിൽ അവർ SLC പരീക്ഷ എഴുതാൻ പോയി. എല്ലാവരും SLC, നാട്ടുകാരെല്ലാം നല്ല എതിർപ്പിലാണ്. എന്നാലും കൃത്യമായിട്ട് അവർ പരീക്ഷയും കാര്യങ്ങളൊക്കെ എഴുതുന്നുണ്ട്. അവരുടെ ഭാവിയെക്കുറിച്ച് ഗവൺമെൻറ് നല്ല വ്യാകുലതയുണ്ട്. നല്ല കാര്യം. അപ്പോൾ പറയുമ്പോൾ നമുക്ക് പറയാം അത് എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് ആണ്, അതാണ് ഇതാണെന്നൊക്കെ. അപ്പോൾ ഈ മരിച്ചുപോയ ഷഹബാസ്, അവന് ഹ്യൂമൻ റൈറ്റ്സ് ഇല്ലേ? അതൊന്നും ആപ്ലിക്കബിൾ അല്ലേ? അവൻ്റെ പേരൻസ് ഇത് കാണുന്നുണ്ടല്ലോ, അവർക്ക് ഹ്യൂമൻ റൈറ്റ്സ് ആപ്ലിക്കബിൾ അല്ലേ?